മലയാളികളുടെ മനസ്സിലെ ഒരു നീറുന്ന കണ്ണീർ ഓർമ്മയാണ്. കൃത്യം ഒരു വർഷം മുമ്പ് 2024 ജൂലൈ 16 അർജുനെ തേടി ആ ദുരന്തം എത്തുന്നത്. ലോറി ഡ്രൈവറായ അർജുൻ തൻ്റെ വാഹനത്തിൽ തടിയും കയറ്റി മഹാരാഷ്ട്രയിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നു. ഗംഗാവലി പുഴയോടെ തീരത്ത് ഷിരൂരിൽ തൻ്റെ വാഹനം നിർത്തുന്നു. തൊട്ടടുത്തുള്ള ചായക്കടയിൽ നിന്നും ചായ കുടിക്കുന്നു. തിരികെ എത്തി തൻ്റെ വാഹനത്തിൽ കിടന്നുറങ്ങുന്നു. പുലർച്ചെ 2:30 അപകടം സംഭവിക്കുന്നത്. രക്ഷാപ്രവർത്തനം ആദ്യം ഊർജിതമായിരുന്നില്ല. വാഹനത്തിൻ്റെ പ്രത്യേകതയും ക്യാബിൻ്റെ സുരക്ഷയും കണക്കിലെടുത്ത് അർജുന് ജീവൻ ഉണ്ടാകാമെന്ന് കരുതി. അർജുനും വാഹനവും കരയിലോ പുഴയിലോ എവിടെയാണെന്ന് കണ്ടെത്താൻ ആദ്യം കഴിഞ്ഞില്ല. കരയിലാണ് ആദ്യം രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ മുഴുവൻ സമയവും ഷിരൂരിലുണ്ടായിരുന്നു. കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. ലോറി കരയിലില്ലെന്ന് സ്ഥിരീകരിച്ചതോടെ പിന്നീട് പുഴ കേന്ദ്രീകരിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം. നേവിയും NDRFും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പുഴയിൽ വന്നു പതിച്ച കല്ലും മണ്ണും നിറഞ്ഞയിടത്താണ് അർജുൻ്റെ ലോറി എന്ന് നേവിയുടെ സിഗ്നലിൽ വ്യക്തമായി. പക്ഷേ ഇവ മാറ്റാൻ ഡ്രഡ്ജർ എത്തിക്കണം. ഗോവയിൽ നിന്നും ഡ്രഡ്ജർ എത്തിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അതും വൈകി. ഡ്രഡ്ജർ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ ഒടുവിൽ 72-ാം ദിനം കാത്തിരുന്ന ആശ്വാസ വാർത്തയെത്തി. ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ 12 മീറ്റർ താഴെ അർജുൻ്റെ ലോറി കണ്ടെത്തി. ക്യാബിനുള്ളിൽ നിന്നും മൃതദേഹവും ലഭിച്ചു. DNA പരിശോധനയിൽ ശരീരാവശിഷ്ടങ്ങൾ അർജുൻ്റേതെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് മൃതദേഹം വഹിച്ചുകൊണ്ട് ആംബുലൻസ് അർജുൻ്റെ കോഴിക്കോട്ടെ വീട്ടിലേക്കെത്തി. നിരന്തരം സഞ്ചരിച്ച പാതയിലൂടെയുള്ള അർജുൻ്റെ അവസാന യാത്ര. അർജുൻ ഒരു ഓർമ്മയാണ്. മലയാളികൾ ഉള്ളിടത്തോളം കാലം മായാതെ നിൽക്കുന്ന ഒരു കണ്ണീരോർമ്മ.